ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴത്തോരു മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീന പൗലോസിന്റെ അരികിൽ അടുക്കളയിലായിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം തന്നെ വേസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. പച്ചക്കറി ഓരോന്നായി എടുത്തിട്ട്. അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ എന്താ കുഴപ്പം? അവിടെ കുറെ പഴങ്ങളും ഇരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ആവശ്യത്തിന് മേടിച്ചാൽ പോരെ. അപ്പൊ ഇവിടുത്തെ സാബിനെ ഒരു ദിവസത്തിൽ തലേദിവസത്തെ പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല എന്നും പറയുകയാണ്. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇത്രയും ചെലവും കാര്യങ്ങളൊക്കെ ചുരുക്കിക്കൂടെ? പൗലോസേട്ടൻ അറിയില്ല, ഇവിടെ കുറെ കാലമായില്ലേ ജോലി എടുക്കുന്നത്, അപ്പൊ ഇവിടെ എത്ര വേണമെന്ന് പൗലോസേട്ടൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഒരു തൂത്തു തുടയ്ക്കാൻ വരുന്നൊരു ചേച്ചി അവിടേക്ക് വരികയാണ്. അപ്പൊ അവര് വന്നിട്ട്, പൗലോസേട്ടാ എന്റെ കഴിഞ്ഞിട്ടോ, ഞാൻ വീട്ടിലോട്ട് പോകാണ്, സഞ്ചി കൊണ്ടുവന്നിട്ടില്ലേ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, എന്നാൽ ഇതൊക്കെ എടുത്തിട്ടോ എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ വലിയ കൊട്ടയിലിരിക്കുന്ന ഒരുപാട് പച്ചക്കറികളുണ്ട്, ചെറിയൊരു കേട് വന്നിട്ടുള്ളൂ, അതുപോലും എല്ലാതും പറക്കി പറക്കി എടുത്തിടുകയാണ്. അപ്പോ എടുത്തിടുന്നതിനിടയിൽ അലീനയെ ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആടിന് കൊടുക്കാനാണേ, അവറ്റങ്ങൾ തിന്നോളും എന്ന് പറയുകയാണ്. എന്നിട്ട് നേരെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ഭക്ഷണങ്ങൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ എടുക്കുന്നുണ്ട്. ചോറായാലും പിന്നെ തലേദിവസം മറ്റുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അതും കൊണ്ടുപോവാണ്. ഇതും ആടിനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പൊ ആ സമയത്ത് അല്ല, ഇത് പട്ടിക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ പട്ടികൾ കഴിക്കില്ലേ പൗലോസേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പൊ ഇല്ല, ഇവിടുത്തെ കഴിക്കില്ല, ഇവിടത്തേനൊക്കെ ഓരോ ഫുഡ് വെറൈറ്റി ഫുഡുകളല്ലേ, ഇതൊന്നും കഴിക്കത്തില്ല, മണപ്പിച്ച് പോലും നോക്കില്ല അവര് എന്ന് പറയുകയാണ് പൗലോസേട്ടൻ. അങ്ങനെ അതൊക്കെ എടുത്ത് അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോ അലീന ഒന്ന് നോക്കിയതിന് ശേഷം പോകുന്നുണ്ട്. ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെട്ടില്ല മൂപ്പർക്ക് എന്നിങ്ങനെ പൗലോസ് ആ പെണ്ണിനെ നോക്കി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ കുട്ടിച്ചനാണെങ്കിൽ കലണ്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അലീന അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അലീന കുട്ടിച്ചൻ ചോദിക്കാൻ, അല്ല ഇന്ന് എത്രാം തീയതി മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ വലിപ്പിച്ചാന്ന് ചോദിക്കാണ്. അല്ല, ഈ കലണ്ടർ മറിച്ചിട്ടിട്ടില്ലല്ലോ. അത് ശരി, വെറുതെ അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ മറിച്ചിടാം വലിയപ്പച്ച, ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അത് മറിച്ചിടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അതെ, ഈ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന്, അടുക്കളയിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ്. അടുക്കളയിൽ പാചകമല്ലേ നടക്കുന്നത് എന്ന് കുട്ടിച്ചൻ ചോദിക്കും. അതല്ല പറഞ്ഞത്, പിന്നെ പൗലോസം നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാണ്. അതുമല്ല, ഇവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ട്, ആവശ്യത്തിനല്ലേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ, എന്തിനാണ് ഇത്രയധികമൊക്കെ വാങ്ങി ഇങ്ങനെ കളയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. മീനൊക്കെ വെട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ബോധം പോകും, കാരണം അത്ര അധികം മാംസമാണ് വേസ്റ്റിലിട്ട് കളയുന്നത് എന്ന് പറയുകയാണ്. മോൾ എന്തിനീ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്നത്? അത് അവൻ അവിടെ ചെയ്തോട്ടെ, നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ, അത് കളയണ്ട എന്ന് പറയുകയാണ്. വലിയപ്പച്ച, എനിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും കളയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, കാരണം ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ദൈവമാണ്, അങ്ങനെയാണ് ഞങ്ങളെ ബ്രിജിത്താമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. തന്നെയല്ല, ഈ ഭക്ഷണ സാധനങ്ങൾ കളയാ എന്ന് വെച്ചാൽ എത്രയോ കുട്ടികൾ ഇത് കിട്ടാതെ വിശന്ന് കരഞ്ഞിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എത്രയോ അമ്മമാര് അങ്ങനെയൊന്നും ഈ ഭക്ഷണം കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. വേണ്ട മോളെ, എന്തിനാ ഇതൊക്കെ? ലാലിച്ചിന്റെ സ്വഭാവം നിനക്കറിയാലോ, അവന് മട്ടനില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മട്ടൻ അവിടെ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫിഷ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവന്റെ ഇഷ്ടത്തിനാണ് പൗലോസ് അവിടെ പാചകം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേസ്റ്റൊക്കെ ആവും എന്ന് പറയുകയാണ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, അതിപ്പോ വല്യപ്പച്ചന്റെ മകൻ പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല, ഞാൻ എന്തായാലും ഇതൊരു നിയന്ത്രണം വെക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഈ അനാഥാലയത്തിലായിരുന്ന കാര്യം എല്ലാവരോടും ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, തന്റെ വില കളയുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനത് പറയുക തന്നെ ചെയ്യും, ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഈ അലീന ഇല്ലാതെയാകും, അങ്ങനെ കിട്ടുന്ന വില എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അതിന് ശേഷം അലീന രേവതി കുട്ടിയെ വിളിക്കുകയാണ്. രേവതി ആണെങ്കിൽ അവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കോള് കാണുമ്പോൾ അലീന ചേച്ചി എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി കോൾ എടുക്കുന്നുണ്ട്. എന്താ അവിടുത്തെ വിശേഷം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത്, എന്ത് വിശേഷം, എനിക്കിവിടെ ഒരു പണിയില്ലേ ചേച്ചിക്ക് എന്ന് ചോദിക്കുകയാണ്. അതെ, ആകെ ഒരു ഫുഡ് കഴിക്കണം, അത് മാത്രമേ ഉള്ളൂ, ബോറടിക്കില്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത്, നീ എവിടെ എന്തെടുക്ക? ഞാനിവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, എന്നാലേ ചേച്ചിയുടെ പപ്പയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാൻ പറയും, എന്തെങ്കിലും കോഴ്സ് കാര്യങ്ങൾ, നിന്റെ വയസ്സാണോടെ എനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെന്താ, ഇപ്പം ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ടല്ലോ, അതൊന്നും വേണ്ട, ഞാനിവിടെ നിന്നോളാം, ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ എൻ്റെ നിലപാട് ഞാനിവിടെ നിൽക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ ഇതുവരെ ഉറപ്പിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ചില കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല മോളെ, ഞാൻ അതിലൊക്കെ പ്രതികരിച്ചു പോകുമെന്ന് പറയാണ്. എന്തായാലും ചേച്ചി വിളിക്കുന്ന ആളെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം
നമ്മുടെ കുട്ടിച്ചനാണെങ്കിൽ പേപ്പറൊക്കെ വായിച്ചിങ്ങനെ പുറത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിച്ചൻ്റെ മകൻ, ഇളയ മകൻ വിളിക്കുകയാണ്, റോബിച്ചൻ. അങ്ങനെ അപ്പച്ച എന്തായി, പോയിട്ട് കുറച്ച് ദിവസമായല്ലോ, ഇങ്ങോട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയതല്ലേ, അവിടെ എന്നിട്ട് എന്താ കാണാത്തത്, അവിടെയുള്ള പെണ്ണിനെ എന്താക്കി, ലാലിച്ചൻ്റെ കൊണ്ടുവന്നിട്ടുള്ള പെണ്ണിനെ പറപ്പിച്ചു അവിടെ നിന്ന് ചോദിക്കുകയാണ്. ഇല്ലടാ, അതങ്ങനെ പറപ്പിക്കാൻ പറ്റില്ല. എന്താ അത്, കാരണം എന്താ? അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അപ്പൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയല്ല, ഞങ്ങളും കൂടി വരാമെന്നും. നിങ്ങൾ ആരും ഇവിടേക്ക് വരണ്ട, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ. പിന്നെ അത് ശരിക്കും ലാലിച്ചിൻ്റെ മകൾ തന്നെയാണ്, പിന്നെ ഒലക്കയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതേടാ, നീ അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. നീ വന്നു കഴിഞ്ഞാൽ നീയും അവളെ എവിടെ നിന്ന് പറഞ്ഞു വിടില്ല. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ ഈ ലാലിച്ചിൻ്റെ കുടി ഇത്തിരി കൂടുതലല്ലേ, അതൊക്കെ നിയന്ത്രിക്കാൻ അവളെ കൊണ്ട് പറ്റും. ഈ വെല്ലോടത്തുനിന്ന് വന്ന പെണ്ണിനോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വെല്ലോടത്തുനിന്ന് വന്നതല്ലടാ, അവളെ കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിയാക്കാണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം, വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടിച്ചൻ അങ്ങനെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന അലീന വീണ്ടും അടുക്കളയിലോട്ട് വരികയാണ്. അങ്ങനെ അടുക്കളയിലോട്ട് വരുമ്പോൾ അവിടെ വിനോദും ഉണ്ടാവും, പൗലോസും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് വന്ന പാടെ തന്നെ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് ചോദിച്ചിട്ട് അതിലുള്ള സഞ്ചിയിലുള്ള സാധനങ്ങൾ മുഴുവനും അവിടെ ചെരിഞ്ഞിടുകയാണ്. അപ്പോൾ അതിൽ ഫിഷുണ്ട്, വലിയൊരു ഫിഷുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതാരാ വാങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് വിനോദ് പറയുന്നുണ്ട്. ഇത് എത്രയുണ്ടെന്ന് ചോദിക്കുകയാണ്. അത് 2,800 ഉണ്ടെന്ന് പറഞ്ഞു. എത്ര രൂപയായി എന്ന് ചോദിക്കുമ്പോൾ 1 കിലോത്തിന് 950 എന്നൊക്കെ പറയാണ്. അത് ശരി, അല്ല ഇതിപ്പോൾ വെട്ടിമുറിച്ച് വരുമ്പോൾ എത്ര കിട്ടും നമുക്ക് കറി വെക്കാനായിട്ട്? അതിപ്പോൾ 1 കിലോ കിട്ടും എന്നിങ്ങനെ പൗലൂസ് പറയാണ്. 1 കിലോയോ? 2,800 വാങ്ങിയിട്ട് 1 കിലോ, ഇത് എന്ത് കണക്കാ, ഇത് എവിടത്തെ കണക്കാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ കൊച്ചിതിനെ ഇതിലിടയിലൊക്കെ ഇടപെടാൻ നിൽക്കണത്. അതെ, ഇത് ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം ഈ അടുക്കള എങ്ങനെ കൊണ്ടുപോകണം, ഇത് എൻ്റെ അടുക്കളയാണെന്ന് പറയുമ്പോൾ എന്തെന്താ പൗലോസേട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടുക്കളയാണോ? അതെ, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്ന പോലെ നടക്കണം. അതിപ്പോൾ ഇവിടുത്തെ നിങ്ങൾ പറയുന്ന നിങ്ങളെ സാബായാൽ പോലും ഞാൻ പറയുന്ന പോലെ നടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്ത് ആ പണിക്ക് അവിടെ നിർത്തിയിട്ട് ഈ മീനൊന്ന് വെട്ടി കാണിച്ച് എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് വേറെ പണിയുണ്ട് കൊച്ചെ എവിടെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഈ പണി കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അലീന തർക്കിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയാണ്, പൗലോസേട്ടാ അതവിടെ നിർത്ത്, തർക്കം വേണ്ട, എന്തായാലും ആ മീൻ വെട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പൗലോസ് ആ മീനൊക്കെ ഒന്ന് കഴുകി മീൻ വെട്ടുകയാണ്. മീൻ വെട്ടാന്ന് പറഞ്ഞാൽ ആ തലഭാഗം മുഴുവൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വാലിൻ്റെ ഭാഗം എല്ലാം നടു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം മുഴുവനും പകുതിയോളമായിട്ട് വാലെന്ന രീതിയിൽ, വേസ്റ്റ് എന്ന രീതിയിൽ നീക്കുകയാണ്. അപ്പോൾ ആ നേരത്ത് അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇനി എന്ത് ചെയ്യും? അതിവിടെ വരുന്ന തുടയ്ക്കാൻ വരുന്ന പെണ്ണിന് കൊടുക്കും. അത് ശരി, ഇത്രയധികം പൈസയ്ക്ക് മേടിച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കാനുള്ളതാണ്, അപ്പോൾ അതിനുള്ളത് വാങ്ങിച്ചാൽ പോരെ, നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കൊച്ചെ, ഞാനിവിടെ ഇന്നലെയും തുടങ്ങിയ ജോലിയല്ല, പക്ഷേ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല, അത് എനിക്കറിയാം നിയന്ത്രിക്കാനായിട്ട് എന്ന് പറഞ്ഞ് അലീന നമ്മുടെ പൗലോസിനോട് തർക്കിച്ച് നിൽക്കുകയാണ്. എന്തായാലും അതുവരെയാണ് കാണിച്ചിട്ടുള്ളത്. നാളത്തെ പ്രൊമോയിൽ പൗലോസ് ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ലാലിച്ചനോട് പറയുന്നുണ്ട്. ലാലിച്ചന് അത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. നീ എന്തിനാണ് ഈ അടുക്കള ഭരണവും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കുന്നത്? അവരവിടെ എന്തെങ്കിലും ചെയ്തോട്ടെ, ഈ എന്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഫുഡ് ഇങ്ങനൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ വാക്കും ധിക്കരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ലാലിച്ചൻ ചോദിക്കുന്നുണ്ട് അലീനയോട്. അപ്പോൾ കുട്ടിച്ചനാണെങ്കിൽ അലീനയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോയിലും കാണിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.